സ്കൂളുകളിലെ പിൻബെഞ്ച് പരിഷ്കരണത്തിന് വിദ്യാഭ്യാസ വകുപ്പ് പഠനത്തിന് വേണ്ടി വിദഗ്ധ സമിതിയെ നിയോഗിക്കും. കുട്ടികളെ പിന്നോട്ടിരിക്കുന്ന സംവിധാനം മാറണമെന്ന് വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞു. ക്ലാസ് മുറികളിൽ കുട്ടികളുടെ എണ്ണം കുറയ്ക്കുന്നത് സംബന്ധിച്ച് ഭാവിയിൽ ആലോചിക്കും. പൊതുസമൂഹത്തിന്റെ പിന്തുണ തേടി മന്ത്രി ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടു. ഇപ്പോൾ ഉള്ള ബാക്ക് ബെഞ്ചേഴ്സ് ഒഴിവാക്കിക്കൊണ്ടുള്ള ഒരു സീറ്റിംഗ് അറേഞ്ച്മെന്റ് എങ്ങനെ ഉണ്ടാക്കാൻ സംബന്ധിച്ചിടത്തോളം പൊതുവിദ്യാഭ്യാസ വകുപ്പ് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു യു റൗണ്ടിലായാൽ എന്താ, അങ്ങനെ ആയാൽ നമുക്ക് ടീച്ചറിന് അങ്ങേറ്റം വരെ പോകുന്നതിന് വേണ്ടിയും എല്ലാ കുട്ടികൾക്കും അറ്റൻഷൻ കിട്ടുന്നതിന് വേണ്ടിയും കഴിയും. അങ്ങനെയുള്ള നമുക്ക് പല പരിഷ്കാരങ്ങളും നമുക്ക് പുതിയ കാലഘട്ടത്തിൽ കൊണ്ടുവരേണ്ടി വരും. അപ്പൊ അതിനെ നമുക്ക് അതിന്റെ ഒരു നല്ല സ്പിരിറ്റിൽ എടുത്താൽ മാത്രമേ അതല്ല എന്റെ മോൻ ഏറ്റവും പുറകെ ഇരുന്ന് മാത്രം പഠിച്ചാൽ മതി എന്നുള്ള നിലപാടെടുക്കാൻ വേണ്ടി പറ്റില്ലല്ലോ. വിജിൻ വായാന്തോട് വിവരങ്ങളുമായി ചേരുന്നു. വിജിൻ, ഈ സ്ഥാനാർത്ഥി ശ്രീകുട്ടൻ സിനിമയാണോ മന്ത്രി ഇൻസ്പയർഡ് ആയത്? തീർച്ചയായും അങ്ങനെ വേണമെങ്കിൽ കരുതാം. നേരത്തെ തന്നെ മന്ത്രിയെ കൂടി അവർ സമീപിച്ചിരുന്നു എന്നൊക്കെയുള്ള വിവരങ്ങളുണ്ടായിരുന്നു. എന്തായാലും ഇപ്പോൾ ഒരു പുതിയ പരിഷ്കാരത്തിനാണ് വിദ്യാഭ്യാസ വകുപ്പ് തുടക്കം കുറിക്കാൻ പോകുന്നത്. ഒരുപക്ഷെ കാലങ്ങളായി നമ്മളൊക്കെ പഠിക്കുന്ന ഘട്ടത്തിലൊക്കെ ബാക്ക് ബെഞ്ചേഴ്സായൊക്കെ ഇരിക്കുന്നവരുടെ ഒരു മാനസികാവസ്ഥ നമുക്ക് അറിയാവുന്നതാണ്. അവർ പഠനത്തിൽ പിറകോട്ടിരിക്കുന്ന ആളുകളാണ് എന്നുള്ള ഒരു സങ്കല്പം തന്നെ ഉണ്ടായിരുന്നു. ആ സങ്കല്പം പൂർണ്ണമായും ഒരു മാറ്റാനുള്ള ഒരു നീക്കമാണ് നിലവിൽ പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ ഭാഗത്തുനിന്ന് ഇപ്പോൾ ഉണ്ടാകുന്നത് എന്നുള്ളതാണ്. എങ്ങനെ അത് നടപ്പിലാക്കും എന്നത് പൂർണ്ണമായും പഠനം നടത്തിയ ശേഷം അതിനൊരു വിദഗ്ധ സമിതിയെ നിയോഗിച്ച് അവർ പഠനം നടത്തി അതിൽ അഭിപ്രായം വ്യക്തമാക്കിയ ശേഷം നടപ്പിലാക്കാം എന്നുള്ളതാണ് വിദ്യാഭ്യാസ മന്ത്രി ഇപ്പോൾ വ്യക്തമാക്കുന്നത്. ഇതിൽ പൊതുജനങ്ങളുടെ കൂടി അഭിപ്രായം തേടാൻ ആണ് ഫേസ്ബുക്കിലൂടെ അങ്ങനെ ഒരു കുറിപ്പ് കൂടി മന്ത്രി ഇട്ടിരിക്കുന്നത് എന്നുള്ളതാണ്. എന്തായാലും ഒരു നല്ല പരിഷ്കാരമായി അത് വരും എന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം ഒറ്റ ബാക്ക് ബെഞ്ചിൽ മാത്രം ഇരുന്ന് പഠിക്കുന്ന ഒരു സമ്പ്രദായം അത് പൂർണ്ണമായും മാറുന്നു. ഈ ഫേസ്ബുക്ക് പോസ്റ്റിൽ മന്ത്രി തന്നെ വ്യക്തമാക്കുന്നത് ഒരിക്കലും ഒരു ജീവിതത്തിലോ അതുപോലെ തന്നെ പഠനത്തിലോ പിന്നോട്ടടിക്കേണ്ടവരല്ല വിദ്യാർത്ഥികൾ, നമ്മുടെ കുട്ടികൾ. അതുകൊണ്ട് തന്നെ അവർക്ക് അങ്ങനെയൊരു സങ്കല്പമോ അങ്ങനെയൊരു സാഹചര്യമോ ഉണ്ടാകരുത്, അതിൽ മാറ്റം വരണം എന്നുള്ളതാണ് വിദ്യാഭ്യാസ മന്ത്രി തന്നെ വ്യക്തമാക്കുന്നത്. നേരത്തെ സമയമാറ്റവുമായി ബന്ധപ്പെട്ടൊക്കെ വലിയ തരത്തിലുള്ള പ്രതിഷേധങ്ങളും അത് ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യമൊക്കെ ഉണ്ട്. അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ഇപ്പോൾ പുതിയ ഒരു പരിഷ്കാരത്തിന് കൂടി വിദ്യാഭ്യാസ വകുപ്പ് തുടക്കം കുറിക്കാൻ പോകുന്നത്. അതിന്റെ ഒരു ആലോചന നിലവിൽ നടത്തുന്നത് എന്നുള്ളതാണ്. ഏതൊക്കെ തരത്തിൽ ഇതിൽ അഭിപ്രായം ഉണ്ടാകും എന്നുള്ളതാണ് അറിയേണ്ടത്. എന്തായാലും അധ്യാപകരുടെ ഉൾപ്പെടെ പ്രധാനമായും അഭിപ്രായം ഇക്കാര്യത്തിൽ തേടേണ്ടി വരും. അവർക്ക് സൗകര്യപ്രദമായ രീതിയിൽ വിദ്യാർത്ഥികളെ എല്ലാവരെയും കാണുന്ന രീതിയിൽ പഠിപ്പിക്കാനുള്ളൊരു അവസരം സാഹചര്യമൊക്കെ ഒരുക്കേണ്ടതുണ്ട്. അത് എങ്ങനെ അതിൽ ഒരു പരിഷ്കാരം കൊണ്ടുവരും എന്നുള്ളതാണ് ഇനി പ്രധാനമായും കാണേണ്ടത്. അതിനായാണ് ഒരു വിദഗ്ധ സമിതിയെ ഇപ്പോൾ നിയോഗിക്കാൻ വിദ്യാഭ്യാസ വകുപ്പ് തീരുമാനിച്ചിരിക്കുന്നത്. ഏത് രീതിയിൽ ഇത് നടപ്പിലാക്കാം എന്നുള്ളതായിരിക്കും പ്രധാനമായും അവർ പഠിച്ച് റിപ്പോർട്ട് നൽകുക. അജിം സർ. ശരി വിജിൻ. എന്തായാലും സ്ഥാനാർത്ഥി ശ്രീകുട്ടൻ എന്ന സിനിമയിലെ ഒരു വളരെ ശ്രദ്ധേയമായ ഒരു രംഗം രാഷ്ട്രീയ നേതാക്കളെ പോലും സ്വാധീനിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ ഈ പിൻബെഞ്ച് പരിഷ്കരണത്തിലൂടെ വരുന്നത്.